വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പർച്ചേസിങ്ങിന് പോകുന്ന ദിവസങ്ങളിൽ ഞാൻ റെഡി ആയിട്ട് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് പോകും. വർക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് പതിവ്. അങ്ങനെ ഇന്ന് എന്നോട് 10 മണിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞു. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? വെയിറ്റ് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വാല്യുബിൾ സജഷൻസും ഒപ്പീനിയൻസും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലോട്ട് നടക്കുകയാണേ. ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിലാണ് ഹോസ്പിറ്റലുള്ളത്. ഒരു ഓവർപാസ് ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. അതിൽ ലിഫ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ നോർമലി ഞാനത് യൂസ് ചെയ്യാറില്ല. കാരണം ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലോ എങ്ങാണോ ആയിരിക്കും ഞാൻ ഇതുപോലെ എന്തിനെങ്കിലും പുറത്തിറങ്ങുന്നത്. ആ സമയത്ത് ലിഫ്റ്റ് യൂസ് ചെയ്യാതെ ബോഡിക്കൊരു എക്സസൈസ് കൂടി ആകുമല്ലോ എന്ന് കരുതി സ്റ്റെപ്സ് കയറിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് കയറി നമ്മൾ ചെല്ലുമ്പോൾ നേരെ കാണുന്നത് ദുബായ് റെസിഡൻഷ്യൽ ഒയാസിസ് ആണ്. ദുബായിലുള്ളവർക്ക് അതൊന്നും വലിയ കാര്യമല്ലായിരിക്കും, പക്ഷേ എന്നെപ്പോലെ ഫസ്റ്റ് ടൈം ഇങ്ങനെയൊക്കെ കാണുന്നവർക്ക് ചെറിയൊരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ആ ഒരു ആംബിയൻസും ഇൻഫ്രാസ്ട്രക്ചറും ഒക്കെയാണ്. കാരണം ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാർക്കും ഗ്രൗണ്ടും മരങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ട് ശരിക്കും ഞാനിതൊന്നും നാട്ടിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നാട്ടിലും ഉണ്ടാവും, മേ ബി എനിക്കറിയാത്തത് കൊണ്ടായിരിക്കും. വന്ന ടൈമിൽ ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ കണ്ട് ശീലമായി. അതേപോലെ ഈ ഓവർപാസിൽ നിന്നിട്ട് നോക്കുന്നത് ദുബായ് ഷാർജ റോഡാണ്. നൈറ്റ് ടൈം ആയതുകൊണ്ട് ഈ ട്രാഫിക്കൊക്കെ ആകുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള റെഡ് ലൈറ്റും ഒക്കെ ഇങ്ങനെ ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ ഇപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നടക്കുകയാണേ. അങ്ങനെ നടന്ന് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. ഓപ്പോസിറ്റുള്ള ബിൽഡിംഗ് കണ്ടോ, അവിടെയാണ് ഞാൻ വരുന്നതിന് മുന്നേ വരെ ഏട്ടൻ താമസിച്ചിരുന്നത്. മിക്കവാറും ഞാൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെയുള്ള റൂമിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ റെസ്റ്റോറൻറ്റിന് താഴെ പോസ്റ്റായിട്ട് നിൽക്കും, എന്നിട്ട് ഏട്ടനെ ഫോൺ ചെയ്യും. പക്ഷേ ഇന്ന് എന്നെ പോസ്റ്റ് ആക്കാതെ ആൾ നേരത്തെ വന്നു. അങ്ങനെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണേ. ഇവിടെ അടുത്ത് വെറും ഒരു 1.5 കിലോമീറ്റർ മാത്രം നടന്നാൽ മതി സൂപ്പർ മാർക്കറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം അടുത്തെത്തി. കാണുന്നത് പോലെയൊന്നും അല്ല കേട്ടോ, നല്ല ചൂടാണ്. പകലൊന്നും പുറത്തിറങ്ങാനേ പറ്റില്ല, അതേപോലെ ചൂടാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മിക്ക പർച്ചേസിങ്ങും ഔട്ടിങ്ങും ഒക്കെ രാത്രിയാണ്. ഇത്രയും നടന്നപ്പോഴേക്ക് ക്ഷീണിച്ചു. കുറച്ച് നേരം നിന്നിട്ട് പോകാമെന്ന് കരുതി ഒരു റെസ്റ്റോറൻറ്റിന് മുൻപിലാണ് നിന്നതേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ലൊരു ആംബിയൻസ്, എനിക്കതിഷ്ടമായി കണ്ടപ്പോൾ. അപ്പം നിങ്ങളെ കൂടി കാണിക്കാമെന്ന് കരുതി വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ക്യുസൈസിലുള്ള ദമാസ്കസ് സ്ട്രീറ്റിലെ ദുബായ് ഗ്രാൻഡ് ഹോട്ടലിന് ഓപ്പോസിറ്റുള്ള തലാൽ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. 1-2 സാധനമൊക്കെ വാങ്ങാനുള്ളൂ എങ്കിൽ അടുത്തുള്ള ഷോപ്പിൽ പോകും. അല്ലാതെ ഞങ്ങൾ മിക്കപ്പോഴും പർച്ചേസിങ്ങിന് ഇവിടെയാണ് വരാറ്. അപ്പോൾ ഒരു ഷോപ്പിംഗ് കാർട്ടൊക്കെ ആയിട്ട് ഏട്ടൻ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയത് കേക്ക്സ് ആൻഡ് പേസ്ട്രീസ് ഇരിക്കുന്ന സൈഡിലാട്ടോ. ഒരു നിമിഷം മനസ്സൊന്ന് പതറിയെങ്കിലും വേഗം തന്നെ ലിസ്റ്റ് അനുസരിച്ചുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി. ആദ്യം തന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള അരി വാങ്ങാം.
പല വെറൈറ്റിയിലുള്ളതൊക്കെ ഇരിപ്പുണ്ട്. ഇതിലേതെടുക്കണോ എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം നാട്ടിലുള്ളപ്പോൾ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മയാണ് നടത്തിയിരുന്നത്. അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറികളൊക്കെ വാങ്ങുമെന്നല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് പർച്ചേസിംഗ് ഒക്കെ കുറച്ചെങ്കിലും ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് നല്ല കൺഫ്യൂഷനിലായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് ഡബിൾ ഹോഴ്സിൻ്റെ ഒരു പാലക്കാടൻ മട്ട അരി തന്നെ എടുത്തു. എന്നിട്ടും ഏട്ടൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ളത് മുട്ടയാണ്. അതും ഇതുപോലെ ചുവപ്പും വെള്ളയും തന്നെ പല സൈസിൽ പല റേറ്റിലിരിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടും കൺഫ്യൂഷനായി. അവസാനം ഒന്നും രണ്ടും പറഞ്ഞുള്ള ഞങ്ങളുടെ തർക്കമൊക്കെ കഴിഞ്ഞ് 30 സെറ്റുള്ള ഒരു മുട്ടയുടെ ട്രേ ഏട്ടൻ എടുത്തു വെച്ചു. ആ സമയത്താണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പർച്ചേസിങ്ങിന് വന്നതിനിടയ്ക്ക് ഞങ്ങളെ കാണുന്നത്. പിന്നെ അവർ രണ്ടുപേരും സംസാരിക്കുന്ന ടൈമിൽ ഞാൻ അവിടെ പോസ്റ്റ് ആകണ്ടെന്ന് കരുതി പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് പോയി. ഈ ഒരു സെക്ഷൻ്റെ പർച്ചേസിങ് കംപ്ലീറ്റ് ആയിട്ട് ഏട്ടൻ എനിക്ക് വിട്ടു തന്നേക്കും കേട്ടോ. കാരണം ഒരിക്കലും ഇതുപോലെ ഏട്ടൻ സെലക്ട് ചെയ്ത കുറച്ച് സാധനങ്ങൾ കേടായിട്ട് ഉപയോഗിക്കാൻ പറ്റാണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് ഏട്ടൻ കൈ കടത്താറില്ല. അങ്ങനെ ഞാൻ പച്ചക്കറികളൊക്കെ സെലക്ട് ചെയ്ത് ബില്ല് ചെയ്യാൻ കൊടുക്കുമ്പോഴേക്കും ഏട്ടൻ വന്നു. ആ സെക്ഷനിൽ നിന്ന് തിരിച്ചു പോകാൻ പോയപ്പോഴാണ് ഞാൻ തേങ്ങ ചിരകിയത് കാണുന്നത്. നാട്ടിലെ പോലെ ഫുൾ തേങ്ങയായിട്ടും കിട്ടും. പക്ഷേ അത് പൊട്ടിച്ച് ചിരകാനുള്ള ഓപ്ഷൻ നമ്മുടെ റൂമിൽ ഇല്ലാത്തതുകൊണ്ട് റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണ് വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഓരോ ബോക്സും എടുത്ത് നോക്കുകയാണ്, ഏതാ വലിയ ബോക്സ് ഏതാ വലിയ ബോക്സ് എന്ന്. എന്നാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്ര ഗ്രാം ഇത്ര ദിർഹം എന്ന്. ഞാനത് ശ്രദ്ധിക്കാതെ കാര്യമായിട്ട് തന്നെ സൈസ് അളക്കുക. അവസാനം എൻ്റെ മണ്ടത്തര ഇപ്പോഴെങ്ങും കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്ന് കണ്ട് ഏട്ടൻ പറഞ്ഞു വെയിറ്റ് എത്രയാണെന്ന് നോക്കാൻ. ഞാൻ നോക്കിയപ്പോൾ എല്ലാ ബോക്സിലും സെയിം വെയിറ്റാണ്. എൻ്റെ പൊട്ടത്തര എനിക്ക് തന്നെ മനസ്സിലായപ്പോൾ ഞാൻ ഒരു ബോക്സും എടുത്തെങ്കിലും പോരുന്നു. അങ്ങനെ ആ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത സ്ഥലത്തോട്ട് പോകുന്ന വഴിക്കാണ് പാക്കറ്റിലുള്ള പൊറോട്ടയും ചപ്പാത്തിയും ഓഫറിനിട്ടേക്കുന്നത് കാണുന്നത്. എന്നാൽ പിന്നെ അതൊന്ന് നോക്കിയിട്ട് പോകാം എന്നായി. അതും പല ക്വാണ്ടിറ്റി പല റേറ്റിൽ കണ്ടപ്പോൾ വീണ്ടും കൺഫ്യൂഷൻ. അവസാനം സമയം പോകുന്നത് കണ്ട് രണ്ടും കൽപ്പിച്ച് 5+1 ഫ്രീ എന്ന് എഴുതിയിരുന്നത് നോക്കി കണ്ടുപിടിച്ചെടുത്തു. അവിടുന്ന് മുന്നോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്, ഐസ്ക്രീമൊക്കെ ഇരിക്കുന്ന സ്ഥലം. കണ്ടോ പല വെറൈറ്റിയിലുള്ള ഐസ്ക്രീംസ്. ഞാൻ ആദ്യം നോക്കിയപ്പോൾ 2 എണ്ണം ഒരുമിച്ചിട്ട് പാക്ക് ചെയ്ത് വെച്ചിരുന്ന പോലെ തോന്നി. ഓഫറാണെങ്കിൽ വാങ്ങാലോ എന്ന് കരുതി അടുത്ത് ചെന്നപ്പോൾ അത് ഇതുവരെ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ലാത്ത ഐസ്ക്രീം അടുക്കി വെച്ചിരിക്കുന്നതായിരുന്നു. അതും പറഞ്ഞ് എന്നെ പുച്ഛിച്ചിട്ട് പോകുന്ന പോക്കാണ് കാണുന്നത്. പക്ഷേ എന്നെ കാത്ത് തൊട്ടപ്പുറത്ത് ഓഫറിൽ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ട് ഏട്ടൻ വന്ന് ഒരു സെറ്റ് എടുത്ത് കാർട്ടിൽ കൊണ്ടുവച്ചു. അവിടുന്ന് നേരെ കാണുന്ന സെക്ഷനാണ് ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും. എല്ലാ ടൈപ്പിലെയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സെപ്പറേറ്റ് ആക്കി പെർ കിലോഗ്രാം റേറ്റൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ആ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ ഒരു അങ്കിള് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണെന്ന് തോന്നുന്നു ഓരോന്നും ഇങ്ങനെ ഒരുപാട് വാങ്ങുന്നുണ്ടായിരുന്നു. നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിപ്പോൾ ഗ്രാമിലാണെങ്കിൽ പോലും അവർ നോക്കി പാക്ക് ചെയ്ത് തരും. അപ്പം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന ടൈമിൽ ഏട്ടൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയോ വാങ്ങുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ഐറ്റം ആയിരുന്നു ഉപ്പ്. അങ്ങനെ അതും കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് തെറ്റി. ലിസ്റ്റിൽ ഇനി വാങ്ങാനൊന്നും ഇല്ലെങ്കിലും അവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഓരോന്നിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മളൊന്ന് നോക്കി പോകുമല്ലോ, സ്വാഭാവികം. അങ്ങനെ നോക്കി നോക്കി പോയ വഴിക്കാട്ടോ ഞാൻ ഈ ഹാൻഡ് ഫാൻ കാണുന്നത്. ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ നല്ല യൂസ്ഫുൾ ആണ് ഏട്ടാന്നും പറഞ്ഞ് കുറച്ച് നേരം അതിൻ്റെ ഭംഗിയൊക്കെ നോക്കി നിന്നു. എന്തായാലും നോക്കിയതല്ലേ, എന്നാൽ ഒന്ന് ഉപയോഗിച്ചുകൂടി നോക്കാമെന്ന് കരുതി അതെടുത്തൊന്ന് ഓണാക്കി കുറച്ച് കാറ്റും കൊണ്ടു. അപ്പോഴല്ലേ അവിടെ ഒരാൾ നല്ല റെഡിഷ് ആയിട്ടിരിക്കുന്ന കണ്ടത്. വീട്ടിൽ വലുതൊരെണ്ണം ഉണ്ടെങ്കിലും എന്തോ ഇതിനെ എവിടെ കണ്ടാലും അതിപ്പോൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എനിക്കൊന്ന് എടുത്ത് നോക്കണം. അങ്ങനെ കുറച്ച് നേരം ആ ടെഡി ബെയറിനെയും കൊണ്ട് അവിടെ നിന്നപ്പോൾ ഏട്ടൻ്റെ വക ഡയലോഗ്, എടുക്കുന്നതൊക്കെ കൊള്ളാം, ഇതിൻ്റെ ബില്ല് ഞാൻ പേ ചെയ്യൂല. അത് കേട്ടിട്ട് അതിൻ്റെ വിലയൊന്ന് നോക്കി ഞാൻ പതുക്കെ അതങ്ങ് തിരിച്ചു വെച്ചു. അതവിടെ വെച്ചിട്ട് തിരിഞ്ഞപ്പോൾ ദാ അപ്പുറത്ത് കാറും ജീപ്പും ഒക്കെ ഇരിക്കുന്നു. പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ നമുക്ക് അച്ഛനും അമ്മയൊക്കെ വാങ്ങി തന്നിരുന്നില്ലേ. ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ നൊസ്റ്റാൾജിക്കായി. കുറച്ച് നേരത്തേക്കെങ്കിലും ആ കുഞ്ഞ് കളിപ്പാട്ടങ്ങളുടെ ലോകത്തായി പോയി ഞാൻ. അവിടുന്ന് ഞാൻ നോക്കിയപ്പോൾ ഏട്ടൻ ദേ മുകളിലോട്ട് നോക്കി നിൽക്കുന്നു. കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ആൾ സ്പീക്കർ സെറ്റ് കാര്യമായിട്ട് നോക്കുകയാണ്. അവിടുത്തെ ഒരു സെയിൽസ്മാൻ അതിലും കാര്യമായിട്ട് ഏട്ടൻ എന്തൊക്കെയോ വിവരിച്ചു കൊടുക്കുന്നു. വിലയും സ്പെസിഫിക്കേഷൻസും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കരുതി ഇപ്പോൾ വാങ്ങുന്നു. എവിടുന്ന് ആ ചേട്ടൻ അങ്ങോട്ട് മാറിയപ്പോൾ ആൾ ദേ ഫോൺ എടുത്ത് ഗൂഗിളിൽ നോക്കാൻ തുടങ്ങി. നമ്മൾ പിന്നെ മലയാളികളുടെ സ്ഥിരം പരിപാടിയാണല്ലോ, എന്ത് സാധനമാണെങ്കിലും അതിപ്പോൾ ചെറിയൊരു പേനയാണെങ്കിൽ പോലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്നത്.
ഒരുവിധം ആ ഷോപ്പ് ഫുള്ള് ഞങ്ങൾ കറങ്ങിക്കഴിഞ്ഞ് സമയം നോക്കിയപ്പോൾ ആണ് അറിഞ്ഞത് അവിടെ വന്നിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞു എന്ന്. അങ്ങനെ വേഗം ചെന്ന് ബില്ല് ചെയ്യാനെല്ലാം എടുത്ത് വെച്ചപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. 4 ഐറ്റം വാങ്ങാനുള്ള ലിസ്റ്റ് കൊണ്ടുവന്ന ഞാൻ പോകുന്നത് 3 കവർ സാധനമായിട്ട്. വളരെ കുറഞ്ഞു പോയല്ലേ. എന്തായാലും വാങ്ങിയത് വാങ്ങി. അടുത്ത വട്ടം ലിസ്റ്റ് അനുസരിച്ച് മാത്രം വാങ്ങാമെന്ന് പറഞ്ഞ് പതിവ് പോലെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ട് ഫ്രണ്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. അത്രയും സാധനമൊക്കെ ഉള്ളതുകൊണ്ട് 1.5 കിലോമീറ്റർ തിരിച്ച് വന്ന പോലെ നടക്കുക എന്ന് വെച്ചാൽ കുറച്ച് റിസ്ക്കാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി അവിടുന്ന് 3ാമത്തെ സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. റൂമിലോട്ട് പോകുന്ന വഴിക്ക് ഏട്ടൻ എന്നോട് ചോദിച്ചു ഒരു ചിക്കു ഷേക്ക് കുടിക്കുന്നോന്ന്. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷേക്കാണ് കേട്ടോ ചിക്കു. ഞാൻ എവിടെ പോയാലും ആദ്യം ചോദിക്കുന്നത് ചിക്കു ഉണ്ടെന്നാ. വിശക്കുന്നതിൻ്റെ മുൻപിൽ ബിരിയാണി കിട്ടിയ പോലത്തെ അവസ്ഥയാണ് എൻ്റെ മുമ്പിൽ ചിക്കു ഷേക്ക് കിട്ടിയാൽ. അങ്ങനെ നല്ല തണുപ്പും മധുരവും ഒക്കെ ഉള്ള ഒരു ഷേക്ക് കുടിച്ച് ഇന്നത്തെ ഷോപ്പിംഗ് ഞങ്ങൾ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റ ബൈ ബൈ.